വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശൻ ആശുപത്രി കിടന്ന് ഇനി അനുഭവിക്കാൻ ഒന്നും തന്നെ ഇല്ല. രാജപ്പം വന്നിട്ട് പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളും പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള ഒരു ഭീഷണി നടത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. അതുകൊണ്ട് തന്നെ വിക്രം വന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രകാശൻ മോനെ ആ രാജപ്പൻ്റെ ഇടപാട് എങ്ങനെയും തീർക്കണമല്ലോ, അതിന് നിങ്ങൾ വല്ലതും സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം കേട്ടതും പ്രകാശൻ ഒരക്ഷരവും മിണ്ടാണ്ട് കിടക്കുക. മോനെ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് നമ്മുടെ മൂങ്ങാ മുത്തശ്ശി വിക്രത്തിൻ്റെ അടുത്തേക്ക് വരിക. ആ സമയം വിക്രം പറഞ്ഞു, അതെ ഇന്ന് 17 ലക്ഷം രൂപ പോയിട്ട് 17 രൂപ എടുക്കാൻ എൻ്റെ കയ്യിലില്ല. നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഞാൻ കഷ്ടപ്പെട്ട ആ കാർത്തികയുടെ കമ്പനി അങ്ങ് വളർത്തി കൊടുത്തത്, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇങ്ങേര് ചെയ്തു വെച്ച പ്രവൃത്തി അതുകൊണ്ട് മാത്രമല്ലേ ഞാനും ഇപ്പം കിടന്ന് അനുഭവിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ അയാളുടെ സ്വന്തം മകൾ വന്നിട്ട് അയാൾക്ക് ഇങ്ങനെ ഒരു പണി കൊടുക്കുമായിരുന്നോ? ഇനി ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ വല്ലവരുടെ മുന്നിൽ കൈ നീട്ടണം. ഇപ്പം രാജപ്പൻ പറഞ്ഞിട്ട് പോയില്ല ആ കല്യാണിയുടെ കാൽക്കൽ വീഴാൻ. കല്യാണിയുടെ കാൽക്കലല്ല ഞാൻ വീഴാൻ പോകുന്നത്, കല്യാണി ആടപടലെ പൂട്ടാനാ പോകുന്നതെന്ന് പറഞ്ഞ് വിക്രം നല്ല ദേഷ്യത്തിൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. പ്രകാശനും മൂങ്ങ മുത്തശ്ശിയും എന്താടാ ചെയ്യുന്നത്? അവൻ എന്തെങ്കിലും കണ്ടു കാണും. എന്തായാലും ഇതിനൊക്കെ പിന്നി കളിച്ചവള് അവളമ്മേ, ആ മിണ്ടാത്തവള്, അവൾ എന്തൊക്കെ വന്നാലും അനുഭവിക്കണം. അതെൻ്റെ വിക്രം ചെയ്യുവാണെങ്കിൽ അവനങ്ങ് ചെയ്തോട്ടെ. അവനെ ഒരു ആൺകുട്ടിയാ, അവൻ അന്തസ്സായിട്ട് പോയി ജയിലിൽ കിടന്നാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ വിക്രം നേരെ പോകുന്നത് നമ്മുടെ ദീപയെ തേടിയാണ്. അപ്പം അമ്മയും പെങ്ങളും അളിയനും ഒക്കെ കൂടിയാണല്ലോ വിക്രത്തിനെ ഈ ഒരു അവസ്ഥയിലാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിക്രത്തിന് നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ അവൻ അവരുടെ വീട്ടിലേക്ക് പുറപ്പെടുന്ന സമയം കിരൺ ആണെങ്കിൽ നമ്മുടെ കല്യാണിയോട് പറഞ്ഞു, എടി അച്ഛൻ ആശുപത്രി കിടക്കുക, നമ്മുടെ വിക്രം ആണെങ്കിൽ വഴിയാധാരമായ അവസ്ഥയാണ്. ഇനി എങ്ങനെയാണാവോ അവർ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നത്? എങ്ങനെയെങ്കിലും ഇറങ്ങട്ടെ കിരണേട്ടാ. ദേ നമ്മളോടും കാർത്തിക ചേച്ചിയോടും ഒക്കെ അച്ഛൻ ചെയ്ത് കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ, അതിനൊക്കെയുള്ള ശിക്ഷയാണ് ഇപ്പം അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നീട് സരയുവാണെങ്കിൽ നമ്മുടെ മനുവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചു. ആ DNA റിസൾട്ടിൽ അവൾ അത്ര കണ്ടങ്ങ് തൃപ്തയല്ല. അതുകൊണ്ട് തന്നെ അത് വേണ്ടുന്ന രീതിയിൽ അന്വേഷിക്കണം. അച്ഛനും ഈ പറയുന്ന താരയും തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള അവിഹിതങ്ങളുണ്ടോ എന്നുള്ള കാര്യം ഇവൾ മനുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മനോഹർ വന്നു നമ്മുടെ സരയിനോട്, ദേ മോളെ നീ സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ശരിയാ. ദേ DNA റിസൾട്ട് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. നിന്റെ അച്ഛൻ ആ താര എന്ന് പറയുന്ന സ്ത്രീയെ ചതിച്ചതാണ്. ആശുപത്രിയിൽ വെച്ച് വമ്പൻ ഒരു തിരിമറി തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് സരയുടെ സമനില തെറ്റി. എന്തൊക്കെയാ മനുവേട്ട ഈ പറയുന്നത്? അത് മോളെ നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. നിന്റെ അമ്മ നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എപ്പോഴും ശാരിയാകാനാ ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ മോളെ? ദേ നീ ആ താരയ്ക്ക് പിറന്ന മോളാണെന്നാ ഞാൻ അറിഞ്ഞത്. ഇത് കേട്ടതും സരയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു. മനുവേട്ട അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ ഇനി ഈ ഭൂമുഖത്ത് ഉണ്ടാകാൻ പാടില്ല. അവരുണ്ടല്ലോ, അവർ കാരണം എൻ്റെ അമ്മ വേദനിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. എത്രയൊക്കെ വന്നാലും എന്നെ വളർത്തി പോറ്റിയൊക്കെ വിട്ടത് എൻ്റെ അമ്മയാ, എൻ്റെ ശാരി. ആ അമ്മയെ സങ്കടപ്പെടുത്തി കൊണ്ട് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ സരി ഒരു ഉറച്ച തീരുമാനം എടുക്കുക. പിന്നീട് എങ്ങനെയെങ്കിലും കല്യാണിയെ തീർക്കണം. ആ കല്യാണി എന്ന് പറയുന്ന നാശം പിടിച്ചവൾ അവളും അവളുടെ ഭർത്താവും കൂടിയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ടയാക്കിയതെന്ന് നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിക്കുക. അപ്പം മകളുടെ കാര്യങ്ങളും ഒക്കെ ചിന്തിച്ചും പെറുക്കിയൊക്കെ ഇരിക്കുക നമ്മുടെ ബഗാസുരൻ. എന്ത് ചെയ്യാനാ, താലോലിച്ച് വളർത്തിയ പൊന്നുമോളാണ്. ഇപ്പം എന്നെ അടുപ്പിക്കുന്ന രീതിയിൽ വരെയാണ് അവളുടെ സംസാരങ്ങൾ പോകുന്നത്. ഇങ്ങനെ പോയ കാര്യങ്ങൾ ശരിയാവില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഈ മനോഹറിനെ ഈ വീട്ടിൽ നാട്ടിപ്പായിച്ചില്ലെങ്കിൽ തൻ്റെ മോള് ഇനി ചിലപ്പോൾ തന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. മറ്റാരെക്കാട്ടിലും നന്നായിട്ട് അവളുടെ സ്വഭാവം തനിക്ക് തന്നെയാണല്ലോ അറിയാവുന്നത്. അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ബഗാസുരൻ. ശാരിയാണെങ്കിൽ ബഗാസുരൻ്റെ അടുത്ത്, ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് എന്താ പ്രയോജനം? ഒരു കാര്യമില്ല. നിങ്ങളെ ചെയ്ത് കൂട്ടിയ കുറേ പാപങ്ങളുണ്ടല്ലോ, ആ മിണ്ടാത്ത താരയെ ചതിച്ചില്ലേ, അതിനുള്ള ശിക്ഷയാ മനുഷ്യ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കും. അനുഭവിക്കാണ്ട് എവിടെ പോകാൻ പോകണം? എന്നെ അത്രമാത്രം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പഴങ്കഥകളുടെ കെട്ടഴിക്കുകയാണ് നമ്മുടെ ശാരി.
സരയുവാണെങ്കിൽ സരയുവിന് ഭയങ്കര ചിന്തകളാണ്. എങ്ങനെയെങ്കിലും ആ താരയെ തൻ്റെ വശത്താക്കണം, അതിനുശേഷം അവളെ അങ്ങ് തീർക്കണം. ഇതിനു വേണ്ടി താൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവരോട് ഇത്തിരി സ്നേഹമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സ്ത്രീ അതിൽ വീഴും. അങ്ങനെയാണെങ്കിൽ അവരെ തീർക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇവൾ ആലോചിച്ച് കൂട്ടുകയാണ്. അപ്പോൾ ഇവിടെ ഇവളുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഇതേ ലെവലിൽ പോകുമ്പോൾ നമ്മുടെ താരയാണെങ്കിലോ, താര തൻ്റെ കുഞ്ഞിനെയും അതുപോലെ തൻ്റെ കൊച്ചുമോളെയൊക്കെ കാണാനായിട്ട് വലിയ താല്പര്യത്തോടു കൂടിയാണ് കിരണിൻ്റെയും കല്യാണിയുടെയൊക്കെ വീട്ടിൽ വരുന്നത് തന്നെ. അപ്പോൾ സരയു ഒന്ന് ചിരിച്ച് സംസാരിച്ച സമയത്ത് നമ്മുടെ താരയ്ക്ക് വലിയ സന്തോഷമായിട്ടോ. താരയാണെങ്കിൽ ഒന്നും അങ്ങോട്ട് തിരിച്ചു പറയാൻ പറ്റുന്നില്ലെങ്കിലും അവളുടെ മകളാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളോട് വലിയ കാര്യത്തിന് വാ മോളെ കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സരയുവിനെ വലിയ കാര്യത്തിന് വിളിച്ച് അകത്തിരുത്തുകയാണ്. അപ്പം കുഞ്ഞ് എവിടെയെന്നൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട്. കുഞ്ഞ് വീട്ടിലാണ്, അമ്മയോടൊപ്പമാണ് കുഞ്ഞുള്ളത്. പിന്നെ മോളെന്താ എന്നെ കാണാൻ വന്നത്? ഒന്നുമില്ല, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞ് അവൾ നല്ല തന്ത്രപൂർവ്വം താരയുടെ വീട്ടിൽ കയറി കൂടുകയാണ്. താരയാണെങ്കിൽ പാവം ഈ ചതിയൊന്നും അറിയുന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ തൻ്റെ മകള് ഇപ്പം തന്നോടൊരു പരിഗണന കാണിക്കുന്നത് അത് താരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ താര വലിയ സന്തോഷത്തിൽ മകളെ സ്വീകരിച്ചിരുത്തി. മോൾക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെ എടുക്കാനുള്ള തിരക്കിൽ ആ പാവം അങ്ങ് പോകുന്ന സമയമാണെങ്കിൽ വിക്രമാദിത്യൻ നമ്മുടെ ദീപയെയും കല്യാണിയും ഒക്കെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടുപടിക്കലെത്തുകയാണ്. അങ്ങനെ ഉമ്മറത്തെത്തിയതാ നമ്മുടെ വിക്രമാണെങ്കിൽ ഈ വീട്ടിൽ ആരും ഇല്ലേന്ന് ചോദിച്ച് ഒച്ചപ്പാടുണ്ടാക്കിയ സമയം ദീപയാണ് കഥക് തുറന്ന് വെളിയിൽ ഇറങ്ങുന്നത്. എന്താ നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് ചോദിച്ച് ദീപ നമ്മുടെ വിക്രത്തോട് ദേഷ്യപ്പെടുന്ന സമയത്ത് വിക്രം പറഞ്ഞു, അതെ ഞാൻ വന്നത് എന്തിനാണെന്ന് പറയാം, നിങ്ങളുടെ മകനും മരുമകളും എവിടെ, അവരെ കൂടി ഇങ്ങോട്ട് വിളിക്കുന്നു പറയുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ താരയ്ക്കുള്ള പണിയുമായിട്ട് സരയു അവളുടെ കൈവശം അവൾ ഒരു ഇരുമ്പ് വടി എടുത്ത് കരുതുക. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന താരയെ എങ്ങനെയും ഇല്ലാണ്ടാക്കണം, അതുമാത്രമാണ് നമ്മുടെ സരയുടെ മനസ്സിലുള്ളത്. അവൾ ഇത്രയും സ്നേഹം നടിച്ച് വന്നിരിക്കുന്നത് തന്നെ കൊല്ലാനാണെന്ന് പാവം നമ്മുടെ താര അറിയുന്നില്ലല്ലോ. അങ്ങനെ താര മോൾക്ക് വേണ്ടിയിട്ട് സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മോളോട് എന്തായാലും കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ സരയു അവിടെ ഇരിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മുടെ താര അവൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഇണക്കുകയാണ്. പക്ഷേ ചതി ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ആ ബകാസുരൻ്റെ തനി പകർപ്പായിട്ടുള്ള നമ്മുടെ സരയു ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ മിണ്ടാപ്രാണിയെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാണ്ടാക്കണം. ശരിക്കും സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞിട്ട് കൂടി അവൾ ഈ കൊടും ക്രൂരത ചെയ്യാനായിട്ട് മുതിർന്നുകൊണ്ടാണ് ആ പാവത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവ് ദീപയെ വെല്ലുവിളിക്കാൻ തുടങ്ങി. അതെ, നിങ്ങളും നിങ്ങളുടെ ഈ മിണ്ടാത്ത ഈ ഇവളുണ്ടല്ലോ, ഈ കല്യാണി എന്ന് പറയുന്നവൾ, അവളും കൂടി ചേർന്ന് എന്നെ അങ്ങ് ഒലത്തിക്കളയാമെന്ന് വിചാരിച്ചോ? ഒന്നും നടക്കാൻ പോകുന്നില്ല. അതെ, ഈ വിക്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പറയുന്നത് പോലെ തന്നെ രാജകുമാരനാണ്. ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുകയുള്ളൂ. പിന്നെ ഉണ്ടല്ലോ നിങ്ങളെപ്പോലെയുള്ള ചില കൃമികീടങ്ങളൊക്കെ വന്നിട്ട് എൻ്റെ ജീവിതം, എൻ്റെ അച്ഛൻ്റെ ജീവിതമൊക്കെ തകർക്കാൻ നോക്കിയാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ദീപയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവൻ നമ്മുടെ ദീപയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ദീപയാണെങ്കിലോ ഇങ്ങോട്ട് കയറി വരാനൊന്നും വേണ്ട, വെളിയിൽ പോയി നിന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞ് വിക്രത്തെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിക്രം രണ്ട് കൽപ്പിച്ച വന്നിരിക്കുന്നത്. അതെ, നിങ്ങളെൻ്റെ അമ്മയൊന്നും അല്ല, നിങ്ങൾ ജീവിച്ചിരിക്കെ നിങ്ങൾക്ക് പിണ്ണം വെച്ച മോനാ ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരുവിധ വിഷമവും ഇല്ല. ഞാൻ അവിടെ നിന്ന് ഉരുകുന്ന സമയത്ത് മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചതല്ലേ, ആ സന്തോഷം ഇന്നത്തോടു കൂടി ഞാൻ അങ്ങ് തീർത്തു തരാമെന്ന് പറഞ്ഞ് ദീപയെ പിടിച്ച് ഒരൊറ്റ തള്ള്. ഈ സമയമാണെങ്കിൽ കല്യാണിയും കിരണും ഒക്കെ ഓടി വന്നു. ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ട് അവരിങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ ദീപയെ തള്ളി തറയിലിട്ടിരിക്കുന്ന അവിടെ വിക്രം ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയുമാണ്. അങ്ങനെ ഇവിടെ ഈ ഒരു പ്രശ്നം നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ സരയു തന്ത്രപൂർവ്വം താരയെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പം മോളെ ഇപ്പം ഭക്ഷണം റെഡിയാവും കേട്ടോ, മോൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യട്ടോ. ഞാൻ മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ മോളുടെ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുകയാണെന്നുള്ള രീതിയിൽ
പാവം നമ്മുടെ താര എല്ലാ കാര്യങ്ങളും ഇവളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അത് സാരമില്ല, എനിക്ക് ഫുഡൊന്നും വേണമെന്നില്ല, എന്നാലും ഇപ്പം ആദ്യമായിട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് മോൾ എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് കൂടി താര ഇങ്ങനെ പറയാൻ തുടങ്ങിയതും എന്നാൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ സരയു അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. സരയുൻ്റെ മനസ്സിൽ പിശാച് കൂടി ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ താര ധൃതിയിട്ട് ജോലികളൊക്കെ ഒതുക്കുന്ന സമയം സരയു താരയുടെ പിന്നാലെ ചെന്ന് അവിടെ പോയി കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം താര ഈ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇവളുടെ പിന്നിൽ ഒരു ഇരുമ്പുപടി മറച്ചു പിടിച്ചുകൊണ്ടാണ് സരയു നിൽക്കുന്നതെന്ന്. അങ്ങനെ തക്കം പാർത്ത് നിന്ന സരയുന് ആ ഒരു അവസരം വരികയാണ്. കിട്ടിയ അവസരം പാഴാക്കാതെ താരയുടെ തലമണ്ട അളിച്ചു പൊട്ടിക്കുക. സ്വന്തം അമ്മയാണെന്ന് പോലും നോക്കാതെ ആ കണ്ണിച്ചോരയില്ലാത്ത ക്രൂരത നമ്മുടെ സരയും ആ ഒരു താരയോട് കാണിക്കുമ്പം ആ ഒരു അടിയുടെ ആഘാതത്തിൽ നമ്മുടെ താരയുടെ ബോധം പോവുകയാണ്. അങ്ങനെ ബോധം മറഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ സരയുമാണ് ഈ ഒരു കൊടും ക്രൂരത തന്നോട് ചെയ്തതെന്ന് താരയ്ക്ക് മനസ്സിലാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തള്ള ചത്തുപോയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനി ഇവിടെ നിന്ന പ്രശ്നം പണി പാളുമെന്ന് മനസ്സിലാക്കി സരയും അവിടുന്ന് പൊടിയും തട്ടി പോകുമ്പോൾ പാവം നമ്മുടെ താരയാണെങ്കിൽ ചോരയിൽ കുളിച്ചങ്ങനെ കിടക്കുക. ആരൊക്കെയോ ചേർന്ന് ആ പാവത്തിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതും പിന്നീട് ആശുപത്രിയിലെത്തിയ താര ഈ കാര്യങ്ങൾ മുഴുവനും ആലോചിച്ച് സങ്കടപ്പെട്ട് വിങ്ങി പൊട്ടുന്നതും ഒക്കെയാണ് ഈ വരുന്ന ആഴ്ചയിലെ വിശേഷത്തിലുള്ളത്. ഈ കിട്ടിയ അവസരമാണെങ്കിലോ നമ്മുടെ സരയും വിക്രവും കൂടി ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നമ്മുടെ കല്യാണി എന്ന് പറയുന്ന ആ ഒരു പൊതുശത്രുവിനെ ഒഴിവാക്കാനുള്ള ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ഒക്കെയാണ്. എന്തായാലും രണ്ട് മക്കളും വിക്രമാദിത്യനും അതുപോലെ നമ്മുടെ സരയും പെറ്റ അമ്മയോട് കാണിച്ചത് കൊടും ക്രൂരത തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ്. അപ്പോൾ ട്വിസ്റ്റുകളോടുകൂടി ട്വിസ്റ്റുകളാണ് നമ്മുടെ മൗനരാഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു റിവ്യൂ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ഒക്കെ ഒന്നും മടിക്കരുത് കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് രാവിലെ വരാവേ.